ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ബ്രിഞ്ചോൾ ഫ്രൈ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ബ്രിഞ്ചോൾ ഫ്രൈ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രിഞ്ചോൾ എടുക്കുക, നന്നായിട്ട് വാഷ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ആദ്യം മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് കുരുമുളക് പൊടി, അത് കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി, അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില, അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടവും എത്തുന്ന രീതിയിൽ നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇല്ല നമുക്ക് സമയമില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കിതിനെ ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ടൊരു പാൻ വയ്ക്കുക. പാൻ വെച്ചതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഈ ഓരോരോ ബ്രിഞ്ചോളും റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഓരോന്നായിട്ട് പതുക്കെ നമ്മൾ ആ പാനിലോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ അപ്പുറവും ഇപ്പുറമൊക്കെ മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ എനിക്കറിയില്ല, കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ എനിക്കറിയില്ല കേട്ടോ, എൻ്റെ അമ്മ വയ്ക്കുന്ന ഈ ഒരു ബ്രിഞ്ചോൾ ഫ്രൈ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസ്സിൽ എനിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് തീരുന്നത് എനിക്ക് പലപ്പോഴും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രിഞ്ചോൾ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെ ഷെയർ ചെയ്യണം. ഇനി ഇതുപോലുള്ള വേറെ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കുഞ്ഞ് കമൻറ്റ് ഇടുക, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.